നമസ്കാരം. കൻസാൻ സംസ്ഥാനത്തെ വിജിത എയർപോർട്ടിൽ നിന്നും വാഷിംഗ്ടൺ DC-യിലെ റീഗൻ എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ അവസാന നിമിഷമാണ് അപകടമുണ്ടാവുന്നത്. ഏതാണ്ട് 400 അടി മാത്രം ഉയരത്തിൽ കൃത്യമായ പാതയിലൂടെ തെളിഞ്ഞ ആകാശത്തിൽ, തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വിമാനം ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിരുന്നു മിലിറ്ററി ഹെലികോപ്റ്റർ വന്ന് ഇടിക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനൊരു അപകടം അമേരിക്കൻ എയർലൈൻസ് പൈലറ്റ് പ്രതീക്ഷിച്ചിട്ടേയില്ല. ഈ വിമാനം വാസ്തവത്തിൽ 1ാമത്തെ റൺവേയിലായിരുന്നു ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. ഇതിനു മുൻപ് എയർപോർട്ടിലേക്ക് വന്ന വിമാനങ്ങളെല്ലാം 1ാമത്തെ റൺവേയിലാണ് ലാൻഡ് ചെയ്തത്. എന്നാൽ ലാൻഡ് ചെയ്യുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് 33ാമത്തെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാൻ കൺട്രോൾ ടവറിൽ നിന്നും നിർദ്ദേശം വരികയാണ്. 33ാമത്തെ റൺവേ പ്രധാന റൺവേയെ വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. പക്ഷേ പൈലറ്റ് പറഞ്ഞു, കുഴപ്പമില്ല, വളരെ നല്ല കാലാവസ്ഥ, പൂർണ്ണമായും നിയന്ത്രണത്തിലാണ്. പൈലറ്റ് അംഗീകരിച്ച് വിമാനം ഏറെ താഴ്ത്തി ലാൻഡിങ്ങിൻ്റെ അവസാന ഏടിലെത്തി. 400 അടി എന്ന് പറയുമ്പോൾ അവസാന ഏടിലെത്തി. പൊട്ടോമാക് നദിയുടെ മുകളിലാണ്. ആ സമയത്താണ് അപ്രതീക്ഷിതമായി ഹെലികോപ്റ്റർ വന്ന് ഇടിക്കുന്നത്. ഒരു സന്ദേശവും അപകടത്തിൽപ്പെട്ട യാത്രാ വിമാനത്തിന് കിട്ടിയിട്ടില്ല. സന്ദേശം പോയത് മിലിറ്ററി ഹെലികോപ്റ്ററിനാണ്. അതും കൃത്യമായ ഉത്തരവല്ല. നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ മുമ്പിൽ ഒരു വിമാനമുള്ളത് എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ് ട്രംപ് ദുരൂഹത എന്ന് പറയുന്നത്. എന്തായാലും ഭീതിതമായ അപകടമുണ്ടായി. വിമാനങ്ങൾ കൂട്ടിയിടിച്ചു എന്ന് കൺട്രോൾ ഓഫീസിലുള്ളവർക്ക് പോലും മനസ്സിലാകുന്നത് ഒരു അഗ്നിഗോളം കാണുമ്പോഴാണ്. സ്വാഭാവികമാണ്, ഒരു പക്ഷി ഇടിച്ചാൽ പോലും വിമാനം കത്തുന്ന കാഴ്ച നമ്മൾ ഈ അടുത്ത കാലത്തും കണ്ടതാണ്. വെറുമൊരു പക്ഷി ഇടിച്ചാൽ കൊറിയൻ വിമാനത്തിന് സംഭവിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് വെറുമൊരു പക്ഷിയാണ് ഇടിച്ചത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഒരു മിലിറ്ററി ഹെലികോപ്റ്റർ ഒരു വിമാനത്തിലേക്ക് ഇടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതാണ് സംഭവിച്ചത്. വിമാനം 2ആയി പിളർന്നു, തീ പിടിച്ചു, അഗ്നിഗോളങ്ങളായി മരവിച്ച് കിടക്കുന്ന പോട്ടോമാക് നദിയിലേക്ക് നിപതിച്ചു. ഹെലികോപ്റ്ററിലും വിമാനത്തിലുമായി ഉണ്ടായിരുന്ന 67 പേരും മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 60 യാത്രക്കാർ, 4 വിമാനത്തിലെ ജീവനക്കാർ, സൈനിക ഹെലികോപ്റ്ററിലെ ക്യാപ്റ്റൻ അടക്കം 3 സൈനികർ. ആ 67 പേരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. 40ഓളം മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. ബാക്കി മൃതദേഹങ്ങൾ നദിയിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര മൃതദേഹങ്ങൾ കത്തി നശിച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പൊന്നുമില്ല. ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അപകടത്തിന് മുൻപ് കിട്ടാവുന്ന സാധാരണ മുന്നറിയിപ്പുകളൊന്നും യാത്രക്കാർക്ക് കിട്ടിയിട്ടില്ല എന്നതാണ്. പലപ്പോഴും വിമാനാപകടത്തിന് മുൻപ് വിമാനത്തിൽ പക്ഷി ഇടിച്ചാൽ, അല്ലെങ്കിൽ വിമാനം വലിയ എയർ ഗ്യാപ്പുകളിലേക്ക് വീണാൽ, അല്ലെങ്കിൽ വിമാനത്തിന് എഞ്ചിൻ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ, അങ്ങനെ ഏത് തരത്തിൽ സംഭവിച്ചാലും മുന്നറിയിപ്പ് ഉണ്ടാവുകയും വിമാനത്തിൽ അവസാന നിമിഷം പ്രാർത്ഥനകളും നിലവിളികളും പ്രിയപ്പെട്ടവരോട് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളും ഒക്കെ കാണും. ആളുകൾ തയ്യാറെടുക്കും, പ്രാർത്ഥിക്കും. ഈ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ കൃത്യമായ മുന്നറിയിപ്പ് നൽകി മാത്രമാണ് അപകടം ഉണ്ടാവുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് അപ്രതീക്ഷിതമായ ഒരു കൂട്ടിയിടിയായിരുന്നു. ഈ കൂട്ടിയിടിക്ക് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. വിമാനം നേരെ പോയി ഇടിക്കുന്നു, പിളർന്ന അഗ്നിഗോളമായി നദിയിലേക്ക് വീഴുന്നു. ആർക്കും ഒന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ കരയാനോ നിലവിളിക്കാനോ സാധിക്കുന്നതിന് മുൻപ് അപകടമുണ്ടായി. കൂട്ടനിലവിളി ഒന്നും ഉയർന്നില്ല. അതിന് മുൻപ് തന്നെ മരണം അവരെയൊക്കെ കൊണ്ടുപോയി. ഈ സ്ഫോടനത്തിൽ തന്നെ ഭൂരിപക്ഷം പേര് മരിച്ചു കാണും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ബാക്കി ആരെങ്കിലും അവശേഷിച്ചിരുന്നെങ്കിൽ അവർ അബോധാവസ്ഥയിൽ ഒന്ന് ശബ്ദിക്കാൻ പോലും ആവാതെ തണുത്തു മരവിച്ച് കിടക്കുന്ന നദിയുടെ ആഴത്തിലേക്കും വീണിട്ടുണ്ട്. അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഈ അപകടമുണ്ടാക്കുന്ന ആശങ്കയും ഭയവും അസാധാരണമാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെക്കുറിച്ച് ധാരണയുള്ളവർക്ക്. ആ ലോകത്തെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു വിമാനത്താവളവും ഏറ്റവും സുരക്ഷിതമായ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ഒരു പ്രദേശവുമാണ് അപകട സ്ഥലം. ഈ പോട്ടോമാക് നദിയും ഈ റീഗൻ എയർപോർട്ടും അടങ്ങുന്ന ഏറിയ. കാരണം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലാണ് വൈറ്റ് ഹൗസ് ഉള്ളതും ക്യാപിറ്റോൾ മന്ദിരമുള്ളതും. അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയും അമേരിക്കൻ സർക്കാരിൻ്റെ ആസ്ഥാനവും ഒക്കെ അവിടെയാണ്. സുപ്രീം കോടതി അവിടെയാണ്. നമ്മൾ പലപ്പോഴും അമേരിക്കയുടെ പ്രതാപമായി അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും ഈ സുരക്ഷിത മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഒരുക്കാറുണ്ട്. അതിമനോഹരമാണ് ആ പ്രദേശം. അറിയാവുന്നവർ പറയും, നമ്മുടെ മനസ്സിൽ മനോഹരമായ ഓർമ്മകൾ മാത്രം സമ്മാനിക്കുന്ന ഒരിടമാണ്. ട്രെയിനും ബസ്സും വിമാനവും എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു കാഴ്ച. നമ്മൾ ട്രെയിനിലൂടെ പോയാൽ, വിമാനത്തിലൂടെ പോയാലൊക്കെ നമുക്കിതെല്ലാം കാണാം. നമുക്ക് തൊട്ടടുത്ത് വിമാനത്തെ കാണുന്ന പ്രതീതിയാണുള്ളത്. വാഷിംഗ്ടൺ DC-യിൽ താമസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്
ഈ അപകടത്തിന് ശേഷം എനിക്കിട്ടൊരു മെസ്സേജിൻ്റെ കുറേ ഭാഗം കേൾക്കുക. നമ്മുടെ സ്ഥലത്താണ് സംഭവിച്ചത്, നമ്മുടെ സ്ഥലമാണിത്, അതുകൊണ്ടായിരിക്കും നമുക്ക് അത്രയും ക്ലോസ്ഡ് ഹാർട്ടായിട്ട് തോന്നുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് നോർത്തേൺ വെർജീനിയയിലാണ്. നോർത്തേൺ വെർജീനിയ എന്ന് പറയുന്നത് ഡി സിയുടെ ഭയങ്കര പ്രോക്സിമിറ്റിയിലുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 22 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ ഡി സിയിലേക്ക് ഡ്രൈവ് ചെയ്യാൻ. അതുപോലെ തന്നെ മേരിലാൻഡിൻ്റെ സ്ഥലം ഡി സി, വെർജീനിയ, ഇത് മൂന്നോട് ചേരുന്നതാണ്. ഇപ്പോൾ ഈ ഡി സി എന്ന് പറയുന്ന റീഗൻ നാഷണൽ എയർപോർട്ട് ഇരിക്കുന്നത് വെർജീനിയയുടെ ലാൻഡിലാണ്. അതിൻ്റെ വൺ സൈഡ് ഓഫ് പൊട്ടോമാക് ഈസ് വെർജീനിയ, ദ അതർ സൈഡ് ഓഫ് ഡി സി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ അടുത്താണ് സംഭവിച്ചത്. മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡി സിയിലാണല്ലോ. ഞാനിപ്പോൾ ടെലിവർക്കാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ അധികം യാത്ര ചെയ്യാറില്ല. എന്നാലും മുമ്പ് ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം എവറി ഡേ യാത്ര ചെയ്യുന്നത് ഞാൻ ട്രെയിനിലായിരുന്നു പോകുന്നത്. അപ്പോൾ എവറി ഡേ പോകുന്നത് നമ്മൾ ഈ പൊട്ടമാക് റിവറിനെ ക്രോസ് ചെയ്ത് ഡി സിയിലേക്ക് എത്തുക ചെയ്യുന്നത്. അപ്പം പൊട്ടമാക് റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് 1-2 മിനിറ്റിൽ നമ്മൾ ഡി സിയിലെത്തും. നമ്മൾ ഡി സിയിൽ ഞാൻ യൂണിയൻ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് ചെല്ലുന്നത്. അതും യൂണിയൻ സ്റ്റേഷൻ ഇറ്റ്സെൽഫ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ, ആർക്കിടെക്ചറലി ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അത് നമ്മൾ സ്റ്റേഷൻ്റെ കഥക് തുറന്ന് പുറത്തിറങ്ങുന്നത് കാണുന്ന ക്യാപിറ്റൽ ബിൽഡിംഗ് ആണ്. ഡി സി പിന്നെ അറിയാമല്ലോ, ഓൾ ദീസ് ബിൽഡിങ്സ്, വാഷിങ്ടൺ മെമ്മോറിയൽ, പിന്നെ എന്നാ പറയുന്നത് ജെഫേഴ്സൺ മെമ്മോറിയൽ, ലിങ്കൺ മെമ്മോറിയൽ, ലൈബ്രറി ഓഫ് കോൺഗ്രസ്, സുപ്രീം കോർട്ട്, വൈറ്റ് ഹൗസ്, പിന്നെ ഒത്തിരി വാർ മെമ്മോറിയൽസ്, ഇതെല്ലാം സെൻട്രൽ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് യൂണിയൻ സ്റ്റേഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ യൂണിയൻ സ്റ്റേഷൻ്റെ ഒരു 1-2 മിനിറ്റ് പുറകിലാണ് ഈ ക്രോസ് ചെയ്യുന്ന പൊട്ടമാക് റിവർ. ആ പൊട്ടമാക് റിവർ ക്രോസ് ചെയ്യുമ്പം അത് എൻ്റെ മനസ്സിൽ ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു മെമ്മറിയാണ്. കാര്യം രാവിലെയും വൈകിട്ടും ഞാൻ കാണാറുണ്ട് ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ, ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പം നമ്മൾ ട്രെയിനിലാണ് ഇരിക്കുന്നത്. ആ പൊട്ടമാക് റിവറിൽ ആ സൈഡിൽ എപ്പോഴും ഫ്ലൈറ്റ് റീഗൻ നാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡി സി എന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ പോകും. അപ്പം എനിക്ക് തോന്നും നമ്മുടെ കൈ ഒന്ന് പുറത്തോട്ടിട്ടാൽ ആ ഫ്ലൈറ്റിൽ പിടിക്കാവുന്ന അത്രയ്ക്ക് ക്ലോസ് ആയിട്ടാണത്. ആ തൊട്ടടുത്താണ് പൊട്ടമാക് റിവറിൻ്റെ കരയിലാണ് ഈ റൺവേ ഇരിക്കുന്നത്. റൺവേ നമുക്ക് അത്രയും കാണത്തില്ല, പക്ഷേ അതിങ്ങനെ പൊങ്ങുമ്പോൾ നമ്മൾ തൊട്ടടുത്തായിട്ട് കാണും. പിന്നെ ആ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ പൊട്ടമാക് റിവറിൽ ഇങ്ങനെ കാണാം താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ. എൻ്റെ മനസ്സിലത് ഒത്തിരി സുന്ദരമായിട്ടുള്ളൊരു പിക്ചറാണ്. ആ പിക്ചറിലേക്കാണ് ശരിക്കും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. അതുകൊണ്ടത് ശരിക്കും മനസ്സിൽ വല്ലാതെ പിടിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ കഴിഞ്ഞ്, അത് മാത്രമല്ല ആ എയർവേ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള ഒരു എയർവേ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് ഇത് ഡി സിയുടെ സെൻറ്ററാണല്ലോ. അപ്പം ഈ പറഞ്ഞ അങ്ങോട്ട് ചെരിഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാപിറ്റലിൻ്റെ മുകളിലാകും, ഇങ്ങോട്ട് ചെരിഞ്ഞു കഴിഞ്ഞാൽ പെൻറ്റഗണിൻ്റെ മുകളിലാകും, അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അത് വൈറ്റ് ഹൗസിൻ്റെ മുകളിലാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു റെസ്ട്രിക്റ്റഡ് എയർവേ, സെക്യൂർ എയർവേ ആയതുകൊണ്ട് വളരെ ആ പാത്ത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതുപോലെ ആയിരിക്കും. ഒരു കൃത്യം സ്പെസിഫിക് ആയിട്ടുള്ളൊരു പാത്തിലൂടെ ആയിരിക്കും പോകേണ്ടത്. അതിൻ്റെ ഇടയിലാണ് ഈ ചോപ്പർ വന്നത്. ഈ ചോപ്പർ ആണെങ്കിലും അത് മിലിറ്ററിയുടെ ട്രെയിനിങ് ചോപ്പർ ആണെന്നാണ് പറയുന്നത്. ഇത് അവിടെ താമസിക്കുന്ന ഒരു ശരാശരി വാഷിങ്ടൻ്റെ ഒരു ഫീലാണ്. അത് അത്ര വലിയൊരു അപകടമാണ് വാസ്തവത്തിലൂടെ സംഭവിച്ചത്. 2009 ന്യൂയോർക്കിലെ ബഫലോയിൽ ഇങ്ങനൊരു അപകടം സംഭവിച്ചു. 50 പേരാണ് മരിച്ചത്. അതിനുശേഷം അമേരിക്കയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമാണ്. ഇതിൻ്റെ ഒരു ഷോക്ക് അമേരിക്കക്കാർക്ക് മുഴുവനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അട്ടിമറിയാണ്, ഭീകരാക്രമണമാണ് എന്ന് സംശയിക്കുന്നതും അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇവർ ഈ ദുരന്തം ഏറ്റെടുക്കുന്നതുമൊക്കെ. ഇപ്പോഴും ആർക്കും പിടികിട്ടാത്തത് എങ്ങനെ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി എന്നതാണ്. വിമാനം വളരെ കൃത്യമായ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അന്തരീക്ഷം വളരെ മനോഹരമാണ്. അതിനിടയിൽ വിമാനത്തിനോട് റൺവേ മാറുന്ന കാര്യം പറയുന്നു. വിമാനം റൺവേ മാറുന്നു. അപ്രതീക്ഷിതമായി വിമാനത്തിന് മുൻപിലേക്ക് ഹെലികോപ്റ്റർ എത്തുകയാണ്. എന്തായാലും വേദനയുടെ ദിവസങ്ങളിലൂടെയാണ് അമേരിക്കക്കാർ, പ്രത്യേകിച്ച് വാഷിങ്ടൺകാർ കടന്നു പോകുന്നത്. 14 ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ദേശീയ മത്സരത്തിൽ പങ്കെടുത്തിട്ട് വന്നിരുന്ന 14 ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ കൊല്ലപ്പെട്ടവരിൽ പെടും. അതിൽ തന്നെ ഐസ് സ്കേറ്റിങ്ങിലൂടെ അമേരിക്കയെ കോരിത്തെരിപ്പിച്ചിട്ടുള്ള, ഐസ് സ്കേറ്റിംഗ് നമുക്കറിയാമല്ലോ, ഐസ് സ്കേറ്റിംഗ് നൃത്തം, അവരെ കൈകോർത്ത് ഈ ഐസിലൂടെയുള്ള സ്കേറ്റിംഗ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്ത ഐസ് സ്കേറ്റിംഗ്. ഐസ് സ്കേറ്റിങ്ങിലൂടെ പ്രസിദ്ധി നേടിയ ഒരു കൂട്ടുകെട്ട്, 16 വയസ്സുള്ള ഒരു ആൺകുട്ടി, അവനേക്കാൾ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയും, അവരെ ഈ ജോഡി അമേരിക്കയിലെ യുവാക്കൾക്കിടയിൽ ഹരമായിരുന്നു. കാരണം ഐസ് സ്കേറ്റിങ്ങിൽ ഇവരുടെ അസാധാരണമായ നേട്ടങ്ങൾ അമേരിക്കയിലെ ലോകം തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. TV ഷോകളിലും റിയാലിറ്റി ഷോകളിലും ഒക്കെ താരങ്ങളാണ് ഇവർ. ഏഞ്ചല യങ്ങും സീൻ കെയും, ഈ 2 പേരും കൊല്ലപ്പെട്ടവരിൽ പെടുമെന്ന് ഓർക്കണം. അതിനിടയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു യാത്രക്കാരൻ്റെ വിവരം പുറത്തു വരുന്നുണ്ട്. ഫിഗർ സ്കേറ്റിംഗ് താരം ജോൺ മാരവില്ല ഈ വിമാനത്തിൽ കയറേണ്ടതായിരുന്നു. പക്ഷേ അവർ ചെക്കിനിൽ നിന്ന് അങ്ങോട്ട് കടത്തിവിട്ടില്ല. കാരണം കൂടെ ഉണ്ടായിരുന്ന നായിക്ക് ഭാരം കൂടുതലായതുകൊണ്ട് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കയറ്റിവിട്ടില്ല. അതുകൊണ്ട് മാത്രം
ജോൺ മാരവില്ല അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എപ്പോഴും വിമാനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിനിടയിൽ ഗൂഢാലോചന തിയറിയുമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട്. ട്രംപ് തന്നെ വിശ്വസിക്കുന്നത് ഇത് അട്ടിമറിയാണ്, ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അങ്ങനെ ആ ഹെലികോപ്റ്റർ അവിടെ പ്രത്യക്ഷപ്പെടാൻ പാടില്ലെന്നാണ്. അതേസമയം ഈ ഉത്തരവാദിത്വം മുഴുവൻ ട്രംപിനാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണവും ഏറെയാണ്. കാലിഫോർണിയയിലെ സെനറ്റർ സിഡ്നി കംലാഗൻ പറയുന്നത് ട്രംപ് അധികാരത്തിൽ വന്നതിൻ്റെ കുഴപ്പമാണ്, ട്രംപാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് സിഡ്നി കംലാഗൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും വിചിത്രമായ സംഗതി അതൊന്നുമല്ല. മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ തോമസ് എഫ് ഷെല്ലാർ ഒരു പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രൊഫസറാണ്. അദ്ദേഹം അപകടം നടന്ന ദിവസം രാവിലെ ഒരു പ്രസ്താവന ഇറക്കുന്നത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വിമാനാപകടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്, ട്രംപിൻ്റെ ഭരണത്തിന് കീഴിൽ വിമാനാപകടങ്ങൾ ഉണ്ടാവും, അപ്പോൾ ട്രംപ് അതിൻ്റെ ഉത്തരവാദിത്വം ബൈഡൻ്റെ പുറത്ത് വയ്ക്കും, എന്നാൽ ട്രംപിൻ്റെ തെറ്റായ നയങ്ങൾ കൊണ്ട് ധാരാളം അപകടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, കാരണം ഈ എയർ ട്രാഫിക് കൺട്രോളർമാരുടെ എണ്ണം ഇപ്പോൾ തന്നെ കുറവാണ്, ട്രംപ് ഫെഡറൽ ജീവനക്കാരോട് വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത് പോകാൻ പറയുമ്പോൾ ഈ സ്ട്രെസ്സുള്ള ഈ ജീവനക്കാർ പലരും രാജിവെച്ചിട്ട് പോകും, ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപകട സാധ്യത ഉണ്ടാകും എന്ന് രാവിലെ പോസ്റ്റ് ഇട്ടിരുന്നു. അത് വൈകുന്നേരമായപ്പോഴേക്കും സംഭവിച്ചു. എന്ന് മാത്രമല്ല, ഈ റീഗൻ എയർപോർട്ടിൽ 30ഓളം എയർ ട്രാഫിക് കൺട്രോളർമാർ വേണ്ടിടത്ത് 19 പേർ മാത്രമേ അവിടെ ജോലിയിലുള്ളൂ എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ട്രംപിൻ്റെ ചില പരിഷ്കാരങ്ങളുടെ ഭാഗമായി ജീവനക്കാരെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ട്രംപിൻ്റെ മേൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ രംഗത്ത് വന്നത്. വിമാനാപകടങ്ങൾ ഇനി സംഭവിക്കുമെന്നായിരുന്നു പ്രൊഫസറുടെ പ്രവചനം. അത് അന്ന് തന്നെ ശരിയായി എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.